നിൻ സ്തുതിയും ഹാലേലുയ്യായും കർത്താവേ ഞാൻ നിർത്തരുതേ. വിധി നീതിക്കയ്യോ ചെയ്യരുതേ. ഞാൻ പാതകിയെന്നറിയുന്നെൻ സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനൻ അവകാശം. നിന്നെ വിളിപ്പാൻ കഴിവെന്നീ മൗനം മൃതിയാൽ ഞാൻ പോകും. നീക്കുക കൃപയാലെൻ പാപം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ. ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിയുവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെപ്പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോടടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത്. എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിക്കുക, എട്ടും വെണ്ണീറും കരിച്ച് കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനാണോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർ നിന്നെ തന്നെ മറക്കാതിരിക്കുന്നതുമല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ്സു പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവർ അരുളിച്ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ഭവനങ്ങളിലെ പാടുന്നുണ്ട്, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, താഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, താഴ്ചയാലെയല്ല വിശ്വാസപൂർവം മോക്ഷയാത്ര ചെയ്യുന്ന സിയോൻ സഞ്ചാരിയായ നാം ഓരോരുത്തരും, വിശ്വാസപൂർവം ദൈവത്തിങ്കിലേക്ക് യാത്ര ചെയ്യുന്ന സഞ്ചാരികളായ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ജീവിത അനുഭവങ്ങളിലേക്ക് നാം കടന്നു വരികയാണ്. ഇന്നലെ കൊണ്ട് നമ്മൾ ഒരു നോമ്പ് അവസാനിപ്പിച്ചു. ഇനി 17 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്നലെ അവസാനിപ്പിച്ച നോമ്പും 17 ദിവസങ്ങൾക്ക് ശേഷം ആരംഭിക്കുന്ന നോമ്പും, ഈ നോമ്പിൻ്റെ ആചരണം
ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ ആണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇന്ന് ഈ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് അല്പസമയം ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ഓരോ അനുഷ്ഠാന കർമ്മങ്ങളും, അത് നോമ്പ് ഉപവാസമായിക്കൊള്ളട്ടെ, ദാനധർമ്മങ്ങളായിക്കൊള്ളട്ടെ, മറ്റേത് ആത്മീയ കൃത്യങ്ങളായാലും അത് എൻ്റെ ദൈവത്തിന് പ്രീതികരമാണോ എന്നുള്ള ഒരു ചോദ്യം ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ ചെയ്യുന്ന കാര്യം ദൈവത്തിന് പ്രീതികരമാണോ? ഇന്നലെ വരെ നാം എടുത്ത നോമ്പും ഇനി 17 ദിവസങ്ങൾക്ക് ശേഷം നാം ആരംഭിക്കുന്ന നോമ്പും എൻ്റെ ദൈവത്തിന് പ്രീതികരമാണോ? ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാകുന്നത്? നമ്മളെ ചിലതിനൊക്കെ നിയന്ത്രണം ജീവിതത്തിൽ കൊണ്ടുവരികയാണ്, അല്ലേ? വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക, അല്ലേ? ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച വരെ നമ്മൾ പ്രാർത്ഥിച്ചു വന്നിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി 3 ദിവസത്തേക്ക് വേറൊരു പ്രാർത്ഥനാക്രമത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു, അല്ലേ? ആരും ഉറങ്ങരുത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ ശീലിച്ചു വന്നിരുന്ന അല്ലെങ്കിൽ അനുഷ്ഠിച്ചു വന്നിരുന്ന പ്രാർത്ഥനാ അനുഭവത്തിൽ നിന്ന് നമ്മൾ ഒന്ന് മാറി വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനാ രീതിയിലേക്ക് പ്രവേശിച്ചു. ഇനി 17 ദിവസത്തിന് ശേഷവും വീണ്ടും വേറെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനാ രീതിയിലേക്ക്, ക്രമീകരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രത്യേകമായ ചടങ്ങുകൾ നമ്മൾ ആചരിക്കുകയാണ്. 40 പ്രാവശ്യം നമ്മൾ കുറിയലായിസോൻ പറഞ്ഞുകൊണ്ട് കുമ്പിടുന്നു. അങ്ങനെ വിവിധങ്ങളായ പ്രാർത്ഥനാ രീതികളും ചടങ്ങുകളും അനുഷ്ഠിക്കുന്ന ജീവിത അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇതാണോ നോമ്പ്? അല്ല. നമ്മൾ നോറ്റിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ നോമ്പിന്റെ നമസ്കാരത്തിൽ പാടുന്നുണ്ട്, നോമ്പാൽ ശോഭിതനായി മോശ പരമോന്നതനെ ദർശിച്ചു. നോമ്പ് കൊണ്ട് ഞാനും നിങ്ങളും ആർജിക്കേണ്ടുന്ന കാര്യമാണെന്ന്. നോമ്പാൽ ഞാൻ ശോഭിതനാകണം. രണ്ടാമത്തേത് എന്താണ്? എൻ്റെ ദൈവത്തെ ദർശിക്കുവാൻ എനിക്ക് സാധിക്കണം. നോമ്പ് കൊണ്ട് ഞാനും നിങ്ങളും അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ഈ 3 ദിവസം, അല്ലെങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര ദിവസമാണ് ഒരാണ്ടിൽ നോമ്പെടുക്കുന്നത്? കാനൂനികമായ 5 നോമ്പും പിന്നെ 8 ദിവസത്തെ മറ്റൊരു നോമ്പും, അതുകൂടാതെ എല്ലാ ആഴ്ചയിലും ബുധനും വെള്ളിയും ഒക്കെയും നമ്മൾ നോമ്പാചരിക്കുന്നുണ്ട്. ഏകദേശം ഒരു വർഷത്തിൻ്റെ 2/3 ഭാഗം നമ്മൾ നോമ്പാചരിക്കുന്നുണ്ട്. പക്ഷെ ആ നോമ്പ് ആചരിക്കുന്നത് എൻ്റെ ദൈവത്തിന് പ്രീതികരമായ വിധത്തിലാണോ എന്നുള്ള ഒരു ചോദ്യം. ഞാൻ അനുഷ്ഠിക്കുന്ന നോമ്പ്, ഞാൻ അനുഷ്ഠിക്കുന്ന ഉപവാസം ദൈവത്തിന് പ്രസാദകരമാണോ? നമ്മൾ പലപ്പോഴും നമ്മുടെ നോമ്പ് ഒരാചാരം മാത്രമായി നമ്മൾ തീരുകയാണ്. നോമ്പൊരു ആചാരമായി മാറുകയാണ്. അതിനകത്ത് എത്രമാത്രം നമ്മുടെ ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് നോമ്പിനെ ശ്രേഷ്ഠമാക്കുന്നത്. ആചാരത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്. ഇന്നലെ വായിച്ച ഒരു പുസ്തകത്തിനകത്ത് നോമ്പിനെ വിശദീകരിച്ചിരിക്കുന്ന അൻപ്, ജീവിതത്തിലെ ചില കാര്യങ്ങളോട് നമുക്ക് യാതൊരു ദയയുമില്ലാതെ അതിനെ മാറ്റി നിർത്തുകയാണ്. പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എന്ന് പറഞ്ഞാൽ ചില ഭക്ഷണ പദാർത്ഥങ്ങളെ മാത്രം മാറ്റി നിർത്തുന്നതാണ്. അതാണ് നോമ്പ്. ഞാൻ ഈ ദിവസങ്ങളിൽ മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കുന്നില്ല, പാൽ ഉപയോഗിക്കുന്നില്ല, മുട്ട ഉപയോഗിക്കുന്നില്ല എന്നിങ്ങനെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ വിചാരം ഈ ഭക്ഷണത്തെ ഉപേക്ഷിക്കുന്നത് മാത്രമാണ് നോമ്പെന്നാണ്. എന്നാൽ എൻ്റെ ദൈവത്തിന് പ്രസാദകരമായ നോമ്പ് എന്തായിരിക്കും? എൻ്റെ ദൈവം എന്നെ കേൾക്കുന്ന വിധത്തിൽ ഞാൻ എങ്ങനെ നോമ്പ് ആചരിക്കണം? ഇനി വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ ആ വലിയ നോമ്പ് എൻ്റെ ദൈവത്തിന് പ്രസാദകരമായ വിധത്തിൽ ആചരിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്ത് ചെയ്യണം? അതാണ് ഇന്ന് ഞാൻ അല്പസമയം നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നത്.
ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ നോമ്പ് ആചരിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു വലിയ ശ്രേഷ്ഠമായ ജീവിത അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും ശക്തരാക്കട്ടെ. കാരണം നമ്മുടെ മിടുക്ക് കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ യാതൊന്നും കൊണ്ടും ഒന്നും നേടുവാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ട്, നമ്മളൊക്കെ നിൽക്കുന്നു, നമ്മൾ പാടുന്നുണ്ട്, നിന്നതല്ല നാം, ദൈവം നമ്മെ നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. എനിക്ക് പാടൊന്നും വലിയ കാര്യമായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് ട്യൂണൊന്നുമില്ല. നമ്മളൊക്കെ വിചാരിക്കും ഞാനിവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ നിൽക്കുന്നതല്ല, മറിച്ച് എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഞാൻ എല്ലാം സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും ഞാൻ നേടിയതല്ല, മറിച്ച് എൻ്റെ ദൈവം എനിക്ക് തന്നതാണ്. അപ്പോൾ ഈ പരിശുദ്ധമായ നോമ്പ് യഥാർത്ഥമായി ആചരിക്കുവാനായിട്ട് നമ്മുടെ മിടുക്ക് കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടോ ഒന്നും കഴിയത്തില്ല. മറിച്ച് ദൈവം നമ്മളോട് കരുണ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയെ നമുക്ക് ശരണപ്പെടാം. ദൈവമേ, നിനക്ക് ഹിതമരമാകുന്ന വിധത്തിൽ നോമ്പ് നോക്കാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ. നിനക്ക് പ്രീതികരമായ വിധത്തിൽ നോമ്പ് നോക്കുവാനായിട്ട് എന്നെ അവിടുന്ന് സഹായിക്കണമേ, എന്നോട് കരുണ ചെയ്യണമേ. എന്തായിരിക്കണം നമ്മുടെ നോമ്പിൽ നാം അനുഷ്ഠിക്കേണ്ടത്? 4-5 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ നോമ്പ് അനുഷ്ഠാനത്തിൽ, ഇനി വരാൻ പോകുന്ന എൻ്റെ വലിയ നോമ്പിൻ്റെ അനുഭവത്തിൽ, ആചരണത്തിൽ ഞാൻ എത്രമാത്രം എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണം? 1, വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം എന്തുവാണ്? ദിവസം എടുത്തേ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. നമ്മൾ ദൈവസന്നിധിയിൽ പലപ്പോഴും നിൽക്കാറുണ്ട്. പ്രാർത്ഥനയോടെ ആയിരിക്കാം, ഉപവാസത്തോടു കൂടി ആയിരിക്കാം, ആചാരങ്ങളോടെ അനുഷ്ഠാനങ്ങളോടെ ആയിരിക്കാം. പക്ഷേ യോഹന്നാൻ സ്നാപകൻ ഇവിടെ നമ്മളോട് ചോദിക്കുകയാണ്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിന്റെ ജീവിതത്തിൽ എവിടെയാണ്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എവിടെയാണ്? നിന്റെ ജീവിതത്തിൽ നീ എത്രമാത്രം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ നിനക്ക് സാധിച്ചിട്ടുണ്ട്? എന്താണ് മാനസാന്തരം? അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മാനസാന്തരം എന്നുള്ളതാണ്. മാനസാന്തരം എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ മാത്രം പൂർത്തിയാകുന്ന ഒരു ജീവിത ക്രമമല്ല. അത് മനസ്സിലാക്കണം ആദ്യം. ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ പൂർത്തിയാകുന്ന ഒരു ജീവിതക്രമമല്ല, മറിച്ച് ജീവിതത്തിൻ്റെ അവസാനം വരെയും നിലനിൽക്കുന്ന ഒരു ജീവിതാനുഭവമാണ് അത് മാനസാന്തരം എന്ന് പറയുന്നത്. അത് നമുക്ക് സാധിക്കണം. ജീവിതത്തിൻ്റെ ഇന്ന് വരെ നമ്മൾ ജീവിച്ചു വന്ന ജീവിതാവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകുകയാണ്. അതൊരു നിമിഷം കൊണ്ട് പൂർത്തിയാകത്തില്ല. മാനസാന്തരം ഉണ്ടായാൽ അത് ജീവിതത്തിൻ്റെ അവസാനം വരെയും നിലനിർത്തുവാനായിട്ട് സാധിക്കണം. മാനസാന്തരത്തിൻ്റെ അനുഭവമാണ് എന്തിലേക്ക് നമ്മെ നയിക്കുന്നത്? അനുതാപത്തിലേക്ക് നയിക്കുന്നത്. ആ അനുതാപമാണ് നമ്മളെ വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലേക്ക് നയിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകളെ കണ്ടെത്തുവാനും ആ കുറവുകളെ എൻ്റെ ദൈവത്തിന് പ്രസാദകരമായ ജീവിതത്തിൽ തന്നെ മാറ്റി നിർത്തുന്നതാണെന്നുള്ള തിരിച്ചറിവുണ്ടായി ആ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ വർഷങ്ങളോളം വിശുദ്ധ കുമ്പസാരം നടത്തിയവരാ. പക്ഷേ ഇന്നുവരെ
ആ മാനസാന്തരത്തിന് യോഗ്യമായ ജീവിതാനുഭവം നിലനിർത്തുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? എല്ലാ വർഷവും നമ്മൾ വിശുദ്ധ കുമ്പസാരം നടത്താറുണ്ട്. പക്ഷേ അത് പൂർണ്ണമാകുവാനായിട്ട് നമുക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. കാരണം കുമ്പസാരം നമ്മൾ പൂർണ്ണമാകുന്നത് എങ്ങനെയാണ്? ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും ദൈവത്തിരുമുമ്പാകെ ഏറ്റുപറയണം. 2, അതിന് പ്രായശ്ചിത്തം കഴിക്കണം. 3, അതിനി ആവർത്തിക്കാതിരിക്കണം. ഈ 3 കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് വിശുദ്ധ കുമ്പസാരം പൂർണ്ണമാകുന്നത്. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ ദൈവത്തിരുമുമ്പാകെ യാതൊരു മടിയും കൂടാതെ ലജ്ജയും കൂടാതെ ഏറ്റുപറയണം. 2, അതിന് പ്രായശ്ചിത്തം നടത്തണം. 3, അത് ജീവിതത്തിൽ ഇനി ആവർത്തിക്കാതിരിക്കണം. പക്ഷെ നമുക്ക് സംഭവിക്കുന്ന ഒരു ദോഷം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാപത്തെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. നമ്മുടെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ, പാപം എന്ന് പറഞ്ഞാൽ 10 കൽപ്പനകളുടെ ലംഘനം മാത്രമാണ് പാപമെന്നാണ്. അത് ആക്ഷരികമായ അർത്ഥത്തിലാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. അത് വെച്ച് ഞാനും നിങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആരും പാപികളല്ല. ആക്ഷരികമായ അർത്ഥത്തിൽ 10 കൽപ്പനകളെ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ആരും പാപികളല്ല. ഒന്നാമത് പറയുന്നു, നിനക്ക് ഞാനല്ലാതെ അന്യദൈവങ്ങളൊന്നും ഉണ്ടാകുക. നമ്മൾ പള്ളിയിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നീ മോഷ്ടിക്കരുത്. നമ്മൾ ആരുടെയും സാധനം മോഷ്ടിക്കാറില്ല. നീ കൊല ചെയ്യരുത്. നമ്മൾ ആരെ ഇന്ന് വരെ കൊന്നിട്ടില്ല. വ്യഭിചരിക്കരുത്. നമ്മൾ ഇന്ന് വരെ വ്യഭിചരിച്ചിട്ടില്ല. ഇങ്ങനെ അതിൻ്റെ ആക്ഷരികമായ അർത്ഥം എടുത്ത് നോക്കുമ്പോഴാണ് നമ്മളാരും. അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ വന്ന് മുട്ടുകുത്തുമ്പോൾ പറയുന്നത്, അച്ഛാ ഞാനൊരു പാപവും ചെയ്യുന്നില്ല. പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. ഞാനൊരു പാപവും ചെയ്യുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത്. 1, പാപത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട്. 2, പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ അല്ലേ? എല്ലാവരും ചെയ്യുന്നതല്ലേ. 3, നമ്മൾ പറയും അത് അവൻ്റെ ഒരു ദുശീലമാണ്. ഇപ്പം മദ്യപിക്കുന്ന ഒരാളോട് പറയും, വേറെ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ദുശീലമുണ്ട്, ഇച്ചിരി മദ്യപിക്കും. പാപത്തെ നമ്മൾ എന്തിലേക്ക് മാറ്റും? ദുശീലമാക്കി മാറ്റും. 2, അതിനെ ജനറലൈസ് ചെയ്യും, എല്ലാവരും ചെയ്യുന്നതല്ലേ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിനെ ചിന്തിക്കും. 3, ഇതിൻ്റെ ആത്മീയമായ അർത്ഥം എന്താണെന്നുള്ളത് അറിയാതെ പോകുന്നു. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്തുവാ? നമ്മളിവിടെ വന്ന് മുട്ടുകുത്തി എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ഒരു പാപവും കൂടി ചെയ്തിട്ട് എഴുന്നേൽക്കുന്നു എന്നുള്ളത്. 4 വിധത്തിലാണ് പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. 1, പ്രവൃത്തിയാലുള്ള പാപം. വിശദീകരിക്കണ്ടല്ലോ. പ്രവൃത്തിയാലുള്ള പാപം, നമ്മൾ ഒരാളെ അടിച്ചു. 2, മനസ്സുകൊണ്ടുണ്ടാകുന്ന പാപം, നമ്മൾ ഒരാൾക്കെതിരെ നമ്മൾ ദുഷിച്ച ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വെച്ച് ചിന്തിക്കുന്നു. 3, അവയവങ്ങൾ കൊണ്ടുള്ള പാപങ്ങൾ. 4, നമ്മൾ ചെയ്യുന്ന നന്മ നമുക്ക് പാപത്തിന് കാരണമായി തീരാറുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മ നമ്മുടെ പാപത്തിന് കാരണമായി തീരാറുണ്ട്. എങ്ങനെയാണെന്നല്ലേ? നമ്മളൊരു നന്മ പ്രവൃത്തി ചെയ്തിട്ട് ഞാനാണിത് ചെയ്തത് 10 പേരോടൊന്ന് പറയണം. പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടുള്ള നന്മ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. കർത്താവ് പറയുന്നു, നിന്റെ ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുത്. പക്ഷെ നമ്മൾ എന്തു ചെയ്യും? ഇടങ്കൈയും ചെയ്യുന്നത് വലങ്കൈയും അറിയും, നാട്ടുകാർ മുഴുവൻ അറിയിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഞാൻ എന്തോ ആണ് എന്നുള്ള ഒരു തോന്നലുണ്ടാകുകയാണ്. അഹങ്കാരം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെ വിവിധങ്ങളായ തലങ്ങളിലേക്ക് പാപത്തിൻ്റെ സ്വാധീനം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ 10 കൽപ്പനകളെ വിവരിക്കുന്നു. യേശു തമ്പുരാൻ തന്റെ ഗിരിപ്രഭാഷണത്തിൽ അതിൻ്റെ വിശദീകരണം കൊടുക്കുകയാണ്. മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ ഇതിൻ്റെ വിശദീകരണം കൊടുക്കുകയാണ്. കൊല ചെയ്യരുത് എന്ന് പറയുന്ന നീ
നിന്റെ സഹോദരനെ ബോക്ഷ എന്ന് വിധിച്ചാൽ, അപ്പോൾ നമ്മൾ ആക്ഷരികമായിട്ട് ആരെയും കൊല ചെയ്തില്ലെങ്കിലും നമ്മൾ ആ കൊലയ്ക്ക് തുല്യമായ പാപത്തിലേക്കാണ് വീണിരിക്കുന്നത്. ഇങ്ങനെ ഓരോന്നും എടുത്ത് ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ പട്ടിക വളരെയധികം. നമ്മൾ പക്ഷേ ഇതിനൊന്നും മെനക്കെടാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് മുമ്പാകെ മുട്ടുകുത്തി ഞാൻ ചെയ്തു പോയ തെറ്റാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവത്തിന് മുമ്പാകെ കണ്ണുനീരോടുകൂടി അപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഈ കുമ്പസാരം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടും നമ്മൾ പിന്നെ യാതൊരു, അല്ലെ ഈ നോമ്പ് നോക്കിയിട്ട് നമുക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാകാതെ പോകുന്നത്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കുക. ഇനി നമ്മൾ ആചരിക്കുവാനായിട്ടിരിക്കുന്ന നോമ്പ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ, ഇനി കുമ്പസാരത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടന്നു വരുന്നത്. അത് എത്രമാത്രം പൂർണ്ണതയുള്ളതാക്കി തീർക്കുന്നുണ്ട് എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ നമ്മുടെ മുറ്റത്തൊക്കെയും പുല്ല് കിളിർത്താൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പുല്ല് ചൂടെ നമ്മൾ പറിച്ചു കളയും, അല്ലാതെ മറ്റേ കട്ടർ വെച്ച് വെട്ടിക്കളയാണ് ചെയ്യുന്നത്. അല്ല, വെട്ടിക്കളഞ്ഞാലുണ്ടാകുന്ന കുഴപ്പം എന്താ? ഇത് വീണ്ടും കിളിർത്തു വരും. നമ്മുടെ വിശുദ്ധ കുമ്പസാരം അപ്രകാരമായിരിക്കണം. വേരോടെ പറിച്ചു കളയുവാനായിട്ട് സാധിക്കണം. എൻ്റെ ഉള്ളിൽ എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന എൻ്റെ പാപത്തെ വേരോടെ പറിച്ചു കളയുവാനായിട്ട് സാധിക്കണം. അതിനനുകൂലമായ സാഹചര്യം ഏതാണെന്ന് കണ്ടെത്തണം. അതിലേക്ക് നമ്മെ നയിക്കുന്ന രീതികൾ ഏതാണെന്ന് കണ്ടെത്തണം. ഇതിനെയൊക്കെ ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാകണം. അതൊക്കെ ദൈവത്തിന് മുമ്പാകെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാനായിട്ട് സാധിക്കണം. പുല്ല് വെട്ടിക്കളയുന്നതല്ല, മറിച്ച് പുല്ല് പറിച്ചു കളയുന്ന അനുഭവത്തിലേക്കാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ പാപത്തെ വെട്ടി ഒതുക്കി നിർത്തുക. ചെടികളൊക്കെ നമ്മൾ വെട്ടി ഒതുക്കി നിർത്തുന്നത് പോലെ അത് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും അത് കിളിർത്തു വരും. നമ്മൾ കുമ്പസാരത്തിലൂടെ ഈ നമ്മുടെ പാപത്തെ പൂർണ്ണമായി വേരോടെ പറിച്ചു കളയുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ കുമ്പസാരം അനുഗ്രഹമായി തീരും. ആ കുമ്പസാരത്തിലൂടെ ലഭിക്കുന്ന ദൈവീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മുമ്പേ പാടിയതുപോലെ ഞാനും നിങ്ങളും ശോഭിതരായി തീർന്ന് ദൈവത്തെ കാണും. ഒന്നാമത് ഞാൻ ഓർപ്പിച്ചത് അതാണ്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന നോമ്പാകണം നമ്മുടേത്. രണ്ടാമത്തേത്, ആരെയും കുറ്റം വിധിക്കാത്ത നോമ്പ് ആചരിക്കണം. ആരെയും കുറ്റം വിധിക്കാത്ത നോമ്പ് ആചരിക്കുവാനായിട്ട് സാധിക്കണം. ഈ 3 ദിവസം എടുത്ത നോമ്പ് എത്രമാത്രം നമ്മൾ പൂർണ്ണതയുള്ളതാക്കി എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ആരെയും കുറ്റം വിധിക്കാതെ നോമ്പ് നോക്കുവാനായിട്ട് സാധിക്കുമോ? നമുക്കൊരു ദിവസം 10 പേരുടെയെങ്കിലും കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകില്ല, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ കുറ്റം മറ്റൊരാളുടെ മേൽ ചാരി വെക്കുവാനാണ് നമുക്കെപ്പോഴും ഇഷ്ടം, അല്ലേ? നമ്മൾ വീട്ടിലൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴേ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് ഇരുന്ന് നമ്മുടെ കൈ തട്ടിയ ഗ്ലാസ് താഴെ വീണ് പൊട്ടിയാൽ നമ്മൾ ആദ്യം എന്താ പറയുന്നത്? ഈ ഗ്ലാസ് ഇവിടെ ആരാ കൊണ്ടേ വെച്ചത്, അല്ലേ? നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം അതാണ്. ഞാനും നിങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യം അതാണ്, ഈ ഗ്ലാസ് ആരാ ഇവിടെ കൊണ്ട് വെച്ചത്? എൻ്റെ കൈ തട്ടി പൊട്ടി എന്നുള്ളതല്ല പ്രശ്നം. ഇതിവിടെ ആരുടെ കുറ്റം? അത് ഞാൻ അശ്രദ്ധമായി നടന്ന് അത് തട്ടിത്തെറിപ്പിച്ചതല്ല കുറ്റം, ഇതിവിടെ കൊണ്ടുവച്ചതാണ് കുറ്റം. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കേട്ടോ. അങ്ങ് ഏതൻ തോട്ടത്തിൽ തുടങ്ങിയ പരിപാടിയത് ഈ മറ്റൊരാളുടെ മേൽ കുറ്റം ആരോപിക്കുക എന്നുള്ളത്. നമ്മൾ ആ തലമുറ ഇങ്ങ് പിന്തുടർന്ന് പോരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആദത്തിനോട് ദൈവം ചോദിച്ചു, നീ ഫലം തിന്നെന്നോ തിന്നില്ലെന്നോ ഒന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞേ? നീ ഒരുത്തി എനിക്ക് കൊണ്ട തന്നല്ലോ, അവൾ കൊണ്ട തന്നു, ഞാൻ തിന്നു. ഇപ്പൊ കുറ്റം ആരുടെ മേലായി? ഹവ്വായുടെ മേലായി. ഹവ്വായോട് ചോദിച്ചു, നീ ഫലം പറിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? പാമ്പെന്നെ വഞ്ചിച്ചു. അപ്പം കുറ്റം ആരുടെ മേലായി? പാമ്പിന്റെ മേലായി. പാമ്പിനോട് ദൈവം ചോദിച്ചായിട്ടും നമ്മൾ വേദോസ്തത്തിൽ കാണുന്നില്ല. പാമ്പിനോട് ചോദിച്ചിരുന്നെങ്കിൽ പാമ്പിന് പിന്നെ പറയാൻ അറിയാൻ മേലാത്തത് കൊണ്ട്. അപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്തുവാൻ, നമ്മളെ നീതീകരിക്കുവാനായിട്ട് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച പാപത്തിൻ്റെ കാരണമായിട്ട് നമ്മളൊന്ന് കണ്ടെത്താൻ ശ്രമിക്കും. അതുകൊണ്ട് ഞാൻ ചെയ്തു, അല്ലേ?
ഭർത്താവ് എന്നെ തല്ലിയത് കൊണ്ടല്ല, പങ്കാളി എന്നെ തല്ലിയത് കൊണ്ട് ഞാൻ പങ്കാളിയെ ചീത്ത വിളിച്ചു. നീ ചീത്ത വിളിച്ചോ എന്നുള്ളത് മാത്രം നീ നോക്കിയാൽ മതി, അല്ലേ? നിന്റെ ഭാഗത്ത് എന്തുണ്ടായി എന്നുള്ളതാ. നമ്മൾ പലപ്പോഴും നമ്മുടെ കുമ്പസാരത്തിൽ സംഭവിക്കുന്നത് എന്താ? മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ അതിനെ എന്നിട്ട് ന്യായീകരിക്കുക. ഞാൻ ചെയ്തത് അതുകൊണ്ട് ഞാൻ ചെയ്തു, അതുകൊണ്ട് ഞാൻ ചെയ്തു, അതുകൊണ്ട് ചെയ്തോ എന്നുള്ളതല്ല, നീ ചെയ്തോ എന്നുള്ളത് മാത്രം നീ നോക്കിയാൽ മതി. നമ്മുടെ നോമ്പ് കുറ്റം വിധിക്കാത്ത നോമ്പാകണം, മറ്റുള്ളവരെ കുറ്റം വിധിക്കാതിരിക്കുക. പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവീൻ. അത് സാധിക്കണമെങ്കിൽ നമ്മൾ എളിമയുള്ളവരാകണം, സൗമ്യതയുള്ളവരാകണം. ഞാൻ ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവ് എന്നിൽ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ എൻ്റെ വിചാരം ഞാനാണ് ഈ ലോകത്തിലേക്കും ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവരെല്ലാം എന്നെക്കാളും കുറഞ്ഞവരാണ്. മറ്റൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നത്, ഞാൻ മാത്രമാണ് ശരി. ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഞാൻ മാത്രമാണ് ശരി, നിങ്ങളാരും ശരിയല്ല. ഇതാണ് നമ്മളെ പലപ്പോഴും ഭരിക്കുന്ന ചിന്തകൾ. അത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്, അല്ലേ? ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചില ചിന്തകൾ ഉണ്ടാകാറില്ലേ? ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്, ഇത് എന്നോട് ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ ചെയ്തത്, എന്നോട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ. ഇത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. ഞാനാണ് ശരി, മറ്റുള്ളതൊന്നും ശരിയല്ല. ഈ ചിന്തയാണ് നമ്മളെ കുറ്റം വിധിക്കുന്നതിലേക്ക് നയിക്കുന്നത്. നമ്മളെക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ കാണുവാനായിട്ട് സാധിച്ചാൽ, അത് എവിടെയായാലും, നമ്മുടെ സഭാജീവിതത്തിലായാലും, ഇടവക ജീവിതത്തിലായാലും, സാമൂഹിക ജീവിതത്തിലായാലും, കുടുംബ ജീവിതത്തിലായാലും, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരാണെന്ന് എണ്ണുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം എത്ര സുന്ദരമായി തീർന്നേനെ. സാധിക്കും മനസ്സ് വെച്ചാൽ. നമുക്കെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു വിചാരമുണ്ട്, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ, ഇതിനേക്കാളും നല്ലൊരു പങ്കാളിയെ എനിക്ക് കിട്ടുമായിരുന്നു, അല്ലേ? നമ്മുടെ എല്ലാവരും തലകുനിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലൊരു വിചാരമുണ്ട്, ഇതിനേക്കാൾ നല്ലൊരു പങ്കാളിയെ എനിക്ക് കിട്ടുമായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ. പക്ഷെ വേദപുസ്തകം വായിച്ചു വന്നപ്പോഴാണ് അതിനൊരു തിരുത്ത് വന്നത്. തോബിത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, നിനക്ക് നിന്നെപ്പോലെ ഒരു പങ്കാളിയെ ഞാൻ തരും. അപ്പം എൻ്റെ സംശയം എന്നെ എഴുതിയിരിക്കുന്നത്, നിനക്ക് നിന്നെപ്പോലെ ഒരു പങ്കാളിയെ തരും. ആരുടെ കുഴപ്പ? ഞാൻ നല്ല മനുഷ്യനാണെങ്കിൽ നല്ലൊരു പങ്കാളിയെ എനിക്ക് ദൈവം തന്നേനെ. അപ്പോൾ അത് ആരുടെ കുഴപ്പം കൊണ്ടാ? നമ്മളെല്ലാത്തിനും കുറ്റം വിധിക്കുക. ഏറ്റവും ആദ്യം നമ്മൾ കുറ്റം പറയുന്നത് ആരെയാ? ദൈവത്തെയാ, അല്ലേ? ഈ നോമ്പ് അങ്ങനെയുള്ളതാകാതിരിക്കുവാൻ ആയിരിക്കട്ടെ. ആരെയും കുറ്റം വിധിക്കാത്ത നോമ്പാകുവാനായിട്ട് സാധിക്കട്ടെ. മറ്റുള്ളവരുടെ നന്മ കണ്ടെത്തുന്ന നോമ്പായി തീരട്ടെ. ഇത് ഇങ്ങനെ ആചരിച്ചു വരുമ്പോഴാണ് എന്തായിത്തീരുന്നത്? നോമ്പാൽ ശോഭിതനായി മോശ എന്ന് പറയുന്നിടത്ത് നമ്മുടെ പേര് ചേർക്കുവാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത്തേത്, അനുഗ്രഹിക്കുന്ന നോമ്പാകണം. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന നോമ്പ് ആചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവരെ അനുഗ്രഹിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹം നേടിക്കൊടുക്കുന്ന നോമ്പാകണം നമ്മുടേത്. മറ്റുള്ളവർക്ക് നന്മ വരുവാൻ തക്കവണ്ണം നാം നോമ്പാചരിക്കണം. അത് കുടുംബത്തിലായിക്കോട്ടെ, ഇടവകയിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, എവിടെയും ആയിക്കോട്ടെ. നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് നന്മ ലഭിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരുക എന്നുള്ളത്.
നമുക്ക് സാധിക്കുമോ? എങ്ങനെയാണ് സാധിക്കുന്നത്? മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന നോമ്പാചരിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? പ്രാർത്ഥനയിൽ കൃത്യമായി അവരെയൊക്കെ ഓർത്തുകൊണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കള്ളത്തരമാണ് എന്ത്? അല്ലെങ്കിൽ എന്നെക്കൊണ്ട് നിനക്ക് യാതൊരു ഉപകാരവും ഉണ്ടാകത്തില്ല എന്നുള്ളതിന് പകരം പറയുന്ന ഒരു പ്രയോഗമാണ് ഞാൻ പ്രാർത്ഥിച്ചോളാം. നമ്മൾ എത്ര പേരോട് ജീവിതയാത്രയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന്. വിശുദ്ധ കുർബാനയിൽ സമാപന ആശീർവാദത്തിൽ പറയുന്നുണ്ട്, സമാധാനത്താലെ പോയി എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്ന്. എത്ര ആമീൻ പറഞ്ഞ് ദൈവത്തിനുമുമ്പാകെ സത്യം ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്? വേണ്ട. നിങ്ങളായിരിക്കുന്ന ഇടവകയിലെ നിങ്ങളുടെ വികാരി അച്ഛന്മാരുടെ പേരുകൾ എത്ര പ്രാവശ്യം കുർബാനയ്ക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്? നിങ്ങൾ 5 രൂപ മുടക്കി. നിങ്ങളായിരിക്കുന്ന ഇടവകയിലെ നിങ്ങളുടെ വികാരി അച്ഛൻ്റെ പേര് കുർബാനയിൽ ഓർക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇന്ന് വരെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇവിടെ ഇപ്പം കുർബാന പണം സ്വീകരിക്കുന്നുണ്ട്, ആരെങ്കിലും നമ്മുടെ ഇടവകയിലെ നമ്മുടെ വികാരി അച്ഛൻ്റെ പേര് കുർബാനയിൽ ഓർക്കാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കോ നേർച്ച കുർബാനയ്ക്കോ അല്ലെ വഴിപാട് കുർബാനയ്ക്കോ ഇന്ന് വരെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ? എല്ലാ ഞായറാഴ്ചയിലും കുർബാനയിൽ ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് പോന്നിരിക്കുന്നത്. ഇന്ന് വരെ ഒരു പള്ളിയിലും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അച്ഛന്മാർ, ഞങ്ങൾ 4 പേരുണ്ട്, ഞങ്ങളുടെ 4 പേരുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആരും നമ്മുടെ പേര് പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ അങ്ങ് ചെയ്തിരിക്കുക. അത്ര നിസ്സാരമായ കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നമ്മളെ നടത്തുന്നത് നമ്മുടെ വൈദികരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. കാരണം അവരും നമ്മളെപ്പോലെയുള്ളവരാണ്, അല്ലേ? മനുഷ്യരാണ്. അവരുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് അവരിലൂടെ ദൈവാനുഗ്രഹം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാ ഉത്തരവാദിത്തമാണ്. കാരണം വീണു പോകാൻ സാധ്യതകൾ വളരെയേറെയാണ്. അവിടെ വീഴാതെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ കൂട്ടായിരിക്കണം. പോട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ പങ്കാളിയുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും 4 മണിക്കും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു നേരം നമ്മുടെ വീട്ടിലുള്ളവരുടെ ഒക്കെയും പേര് പറഞ്ഞ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പങ്കാളി, കുഞ്ഞുങ്ങളെ, ഇങ്ങനെ നമ്മുടെയൊക്കെയും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരുടെയും പേര് പറഞ്ഞ് ദൈവമേ ഇവരെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വേണ്ട. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ തലയിൽ കൈവച്ച്, അല്ല അവൻ്റെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തുണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു വിടുവാനായിട്ട്, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന പങ്കാളിയോട്, ഭർത്താവിനോട്, ഭാര്യയോട് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിച്ച് വിടുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇന്നുവരെ? മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ നമുക്ക് അത്ര എളുപ്പമല്ല. എന്നാൽ അതേസമയം എത്ര വേണമെങ്കിലും നമുക്ക് ശപിക്കുവാനായിട്ട് ഇഷ്ടവുമാണ്. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ജീവിതമായി തീരണം. അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബം എന്തായി തീരും? അനുഗ്രഹമായി തീരും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബം ഒരു പ്രാർത്ഥനാ കുടുംബമായി തീരും. അതേസമയം ശപിക്കുന്ന ഒരു വ്യക്തിയാണ് കുടുംബത്തിലുള്ളതെങ്കിൽ ആ കുടുംബം എന്നും ശാപഗ്രസ്തമാണ്. അതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായി തീരുക. നോമ്പിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. സാധിച്ചിട്ടുണ്ടോ? ഇത്രയും വർഷം നമ്മൾ നോമ്പെടുത്തിട്ട്, ഇത്രയും വർഷം ഞാനും നിങ്ങൾ നോമ്പെടുത്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കും. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന നോമ്പായി തീർന്നിട്ടുണ്ടോ എൻ്റെയും നിങ്ങളുടെയും നോയമ്പ്? ആരെയും കുറ്റം വിധിക്കാത്ത നോമ്പായി നമ്മുടെ നോമ്പുകൾ ആചരിച്ചിട്ടുണ്ടോ? മൂന്നാമത്, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന വ്യക്തികളായി നമ്മുടെ നോമ്പ് ആചരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നാലാമത്തേത്, ഗലാത്യലേഖനം 5-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്.
ജഡത്തിൽ നിന്ന് ആത്മാവിലേക്കുള്ള വളർച്ച. എൻ്റെ നോമ്പാചരണം കൊണ്ട് ജഡത്തിൽ നിന്ന് ആത്മാവിലേക്കുള്ള വളർച്ച സാധ്യമാക്കണം. നമ്മൾ പക്ഷേ 50 ദിവസമല്ല 365 ദിവസം നോയമ്പെടുത്താലും പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ജഡീകരായിത്തീരും. അന്ന് തന്നെ വേണമെങ്കിൽ നമ്മുടെ ജഡീയ സ്വഭാവങ്ങളൊക്കെ നമ്മൾ പുറത്തെടുക്കും. നോമ്പ് ആചരിക്കുമ്പോഴും അതുതന്നെയാണ് നമ്മുടെ അവസ്ഥ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 23 വരെ നമുക്കൊന്ന് വായിക്കാം. വെളിവാകുന്നു. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവയെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും മുൻകൂട്ടി നിങ്ങളോട് പറയുന്നു. നമ്മുടെ ജീവിതാവസ്ഥ ഇവിടെ വിവരിക്കുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തികൾ. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ എത്രമാത്രം ജഡാഭിലാഷങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ ജഡത്തിൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മളിന്ന് ജീവിക്കുന്നത്, അല്ലേ? ജഡത്തെ പോഷിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. നല്ല ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ ജഡത്തെ സംരക്ഷിക്കുവാൻ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്നതാണ് ഈ ജഡത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ഉള്ളിലേക്കെടുത്ത ശ്വാസം തിരികെ പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ പുറത്തേക്ക് പോയ ശ്വാസം തിരികെ എടുക്കുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ തീരുന്നതാണ് എന്ത്? ഈ ജഡത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ജഡത്തെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ശവസംസ്കാര ശുശ്രൂഷയിൽ പാടുന്നുണ്ട്, വേർപാടിൻ വേളയിൽ അൽമമ്മയോടുര ചെയ്യും എന്തുപകാരം എനിക്ക് ഗീതന സമ്പാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്തെന്നാകിൽ ഫലമുളവായേനെ വാസസ്ഥലവും ധനവും ഞാനുടമസ്ഥർക്കേകി ഭീകരസിംഹാസന സവിധം പോകുന്നേനെൻ്റെ ഹല്ലേലൂയ ചെയ്തികളറിയിപ്പാൻ. വേർപാടിൻ്റെ വേളയിൽ ആത്മാവ് ജഡത്തോട് ചോദിക്കുകയാണ്, നിന്നെക്കൊണ്ട് എനിക്ക് എന്തുപകാരമുണ്ടായി? മരണസമയത്ത് ആത്മാവ് ശരീരത്തോട് ചോദിക്കുകയാണ്, നിന്നെക്കൊണ്ട് എനിക്ക് എന്തുപകമാര്? അപ്പം ശരീരം പറയുകയാണ്, ഞാൻ ധനവും മാനവും സമ്പത്തും ഒക്കെ ഉണ്ടാക്കി, നാട്ടിൽ നല്ല പേരാണ്, നല്ല സാമ്പത്തികമായ ഭദ്രതയുണ്ട്, നല്ല മാനം ലഭിക്കുന്ന ജീവിതാനുഭവത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആത്മാവ് പറയുകയാണ്, ഇതുകൊണ്ട് യാതൊരു പ്രയോജനം. നീ എന്തെങ്കിലും നന്മ ചെയ്തിരുന്നെങ്കിൽ, നീ എന്തെങ്കിലും ഒരു നന്മ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് എവിടെ പ്രയോജനപ്പെട്ടണമേ? ഭീകര സിംഹാസനത്തിൻ്റെ മുമ്പിൽ. നമുക്ക് സാധിക്കുമോ? ഇന്ന് ഈ ദിവസം ഈ നിമിഷം ദൈവം എന്നെ തിരികെ വിളിച്ചാൽ എൻ്റെ ജീവിതാനുഭവം എന്തായിരിക്കുമെന്നുള്ളത്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിപ്പീൻ എന്ന് പറയുന്ന ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കുമോ? അതോ ശപിക്കപ്പെട്ടവരെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾ നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ എന്ന് പറയുന്ന ശബ്ദമാണോ കേൾക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നത്? ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചിന്ത ഇതാണ്. ഈ ദിവസം ഈ നിമിഷം ദൈവം എന്നെ വിളിച്ചാൽ എൻ്റെ വാസം എവിടെയായിരിക്കും? ദൈവദൂതന്മാരോട് വിശുദ്ധന്മാരോടും ചേർന്ന് സന്തോഷാനുഭവത്തിലേക്കായിരിക്കുമോ? അതോ ദുഷ്ടന്മാരോടും പിശാചുകളോടും കൂടെ
അഗ്നിനരകത്തിലെ അതിവേദനയിലേക്കായിരിക്കുമോ ഞാൻ പോകുന്നത്? അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ, സന്തോഷ അനുഭവങ്ങളിലേക്ക് ഞാൻ നിങ്ങളും എത്തിച്ചേരണമെങ്കിൽ ജഡത്തിൽ നിന്ന് ആത്മാവിലേക്കുള്ള വളർച്ച സാധ്യമാകണം. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ആത്മാവിൻ്റെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് എന്താ ഒരു രൂപാന്തരം ഉണ്ടാകുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടും. ആത്മാവിൻ്റെ ഫലം ഏതാ? ആത്മാവിൻ്റെ ഫലമോ സ്നേഹം. ഒന്നാമത്തേത് സ്നേഹമാണ്. ആ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ബാക്കി പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളൂ. സ്നേഹമുള്ളിടത്ത് എന്തുണ്ടാകും? സന്തോഷമുണ്ടാകും. സ്നേഹമുള്ളിടത്ത് സമാധാനമുണ്ടാകും. സ്നേഹമുള്ളിടത്ത് ക്ഷമിക്കുവാൻ സാധിക്കും. സ്നേഹമുള്ളിടത്ത് ദയ കാണിക്കുവാൻ സാധിക്കും. സ്നേഹമുണ്ടെങ്കിലേ പരോപകാരം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ വിശ്വസ്തയോടെ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ സൗമ്യത ഉണ്ടാകുകയുള്ളൂ. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഇന്ദ്രിയ ജയം സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ അനുഭവ തലങ്ങളിലാണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് സ്നേഹം ഒരു വ്യക്തിയോടുണ്ടെങ്കിൽ ആ വ്യക്തിയോടൊപ്പം സന്തോഷിക്കുവാൻ എനിക്ക് സാധിക്കും. ആ വ്യക്തിയോട് സമാധാനമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. ആ വ്യക്തിയോട് ഉപകാരം ചെയ്യുവാൻ സാധിക്കും. ആ വ്യക്തിയോട് ക്ഷമിക്കുവാൻ സാധിക്കും. ആ വ്യക്തിയോട് ദയ കാണിക്കുവാൻ സാധിക്കും. ആ വ്യക്തിയുടെ കൂടെ വിശ്വസ്തയോടെ ജീവിക്കുവാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഏതാണ്? സ്നേഹമാണ്. അപ്പോൾ ആത്മാവിൽ വളരുക, ആത്മാവിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് സ്നേഹത്തിലുള്ള നമ്മുടെ വളർച്ചയായിരിക്കണം. അതെങ്ങനെയാ സ്നേഹം? നമ്മളൊക്കെ നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നവരാ. പക്ഷേ ദൈവം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെയാ കാണിച്ചു തരുന്നത്? യാതൊരു നിബന്ധനകളും കൂടാതെ, യാതൊരു നിബന്ധനകളും വയ്ക്കാതെ സ്നേഹിക്കുവാൻ സാധിക്കുക. ആയിരിക്കുന്ന അവസ്ഥയിൽ അവനെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ദൈവസ്നേഹം എന്ന് പറയുന്നത്. നാം പാപികളായിരിക്കെ ദൈവം നമ്മെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്, അല്ലേ? നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതിരിക്കുകയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. എങ്ങനെ ദൈവം നമ്മെ സ്നേഹിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്തുവാ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ ഏകജാതനെ നൽകി. അങ്ങനെയാണ് ദൈവം ലോകത്തെ സ്നേഹിക്കുന്നത്. നമുക്ക് സാധിക്കുമോ? ദൈവം എന്നെ സ്നേഹിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഈ വാക്യത്തിനകത്ത് ഏവനെന്നുള്ളത് മാറ്റി ഞാനെന്നാക്കിയാൽ മതി. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഞാൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചു. എനിക്ക് യോഗ്യത ഉണ്ടായിട്ടാണോ? അല്ല, മറിച്ച് എന്ത് ചെയ്യണം? ഞാൻ നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള ആഗ്രഹം കൊണ്ട്. നമുക്കങ്ങനെ സാധിക്കുമോ സ്നേഹിക്കുവാൻ? അയോഗ്യരായിരിക്കെ ചേർത്ത് വെക്കുവാൻ, ചേർത്ത് കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. അത് ദൈവസ്നേഹത്തിൻ്റെ പകർച്ചയല്ല, മറിച്ച് മനുഷ്യ സ്നേഹമാണ്. ദൈവസ്നേഹം എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് സ്നേഹിക്കുവാൻ കഴിയും. മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കണ്ട, പക്ഷെ എനിക്ക് മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ കഴിയും. എൻ്റെ കുഞ്ഞു മക്കൾ എന്നെ സ്നേഹിക്കണ്ട, പക്ഷെ എൻ്റെ മക്കളെ സ്നേഹിക്കുവാൻ എനിക്ക് കഴിയും. എൻ്റെ പങ്കാളി എന്നെ സ്നേഹിക്കണ്ട, മറിച്ച് എനിക്ക് എൻ്റെ പങ്കാളിയെ സ്നേഹിക്കുവാൻ കഴിയും. ഇത് തന്നെയാണ് ജീവിതത്തെ നമ്മളെ ക്രമീകരിക്കുന്നത്. ഇങ്ങനെയാണ്
എന്നെ ആരും സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് എല്ലാവരെയും സ്നേഹിക്കുവാൻ കഴിയും. എന്നോട് ആരും ക്ഷമിച്ചില്ലെങ്കിലും എനിക്ക് എല്ലാവരോടും ക്ഷമിക്കുവാൻ കഴിയും. എനിക്ക് ആരും ഒരു നന്മയും ചെയ്തില്ലെങ്കിലും എനിക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ കഴിയും. ഈ ഒരു ജീവിതാനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിച്ചാൽ എന്താ പറഞ്ഞത്? എന്നെ ആരും സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് എല്ലാവരെയും സ്നേഹിക്കുവാൻ കഴിയണം. എന്നോട് ആരും ക്ഷമിച്ചില്ലെങ്കിലും എനിക്ക് എല്ലാവരോടും ക്ഷമിക്കുവാൻ കഴിയണം. എനിക്ക് ആരും ഒരു നന്മയും ചെയ്തില്ലെങ്കിലും എനിക്ക് നന്മ ചെയ്യുവാൻ കഴിയണം. ഇതാണ് ആത്മാവിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത്. ഈ അടുത്ത നോയമ്പ് ആചരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം. എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും ക്ഷമിക്കുവാനും എല്ലാവരോടും നന്മ ചെയ്യുവാനും നമുക്ക് സാധിക്കണം. ഇതാണ് ജഡത്തിൽ നിന്ന് ആത്മാവിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത്. അഞ്ചാമത്തേത് യോഹന്നാൻ 15-ാം അധ്യായം 4-5 വാക്യങ്ങൾ. യോഹന്നാൻ 15-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നമ്മളിനി ആചരിക്കുവാനിരിക്കുന്ന നോമ്പുകൾ ക്രിസ്തുയേശുവിൽ വസിക്കുന്ന നോമ്പായി തീരണം. 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന നോമ്പാകണം. 2, ആരെയും കുറ്റം വിധിക്കാത്ത നോമ്പാചരിക്കണം. 3, എല്ലാവരെയും അനുഗ്രഹിക്കുന്ന നോമ്പാചരിക്കണം. 4, ജഡത്തിൽ നിന്ന് ആത്മാവിലേക്കുള്ള വളർച്ചയുടെ നോമ്പാകണം. 5-ാമത്തേത് ക്രിസ്തുവിൽ വസിക്കുന്ന നോമ്പാചരണം. എങ്ങനെയാണ് ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാകുന്നത്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുക എന്നാണ് അർത്ഥം. പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവ സ്വഭാവത്തിന് അനുരൂപരായി ജീവിക്കുക എന്നുള്ളതാണ്. നമുക്ക് സാധിക്കുന്നുണ്ടോ ദൈവത്തിൽ വസിക്കുവാനായിട്ട്? എങ്ങനെയാണ് ദൈവത്തിൽ വസിക്കാൻ നമുക്ക് സാധിക്കുന്നത്? എങ്ങനെയാണ് ദൈവത്തിൽ വസിക്കാൻ നമുക്ക് സാധിക്കുന്നത്? വിശുദ്ധ മാമോദീസായിൽ എന്ന കൂദാശയിലൂടെ നമ്മൾ ദൈവത്തോട് ഒട്ടിച്ച് ചേർക്കപ്പെട്ടവരാണ്. അതിൻ്റെ പോഷണമായി നമ്മൾക്ക് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൻ്റെ അടയാളമായി വിശുദ്ധ മൂറോനും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചതാണ്, അല്ലേ? കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളും വിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായി വിശുദ്ധ മൂറോനും നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പിച്ചതാണ്. പക്ഷേ അത് ഇന്നുവരെ നിലനിർത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തിൽ വസിക്കുമ്പോൾ ദൈവ സ്വഭാവത്തിന് അനുരൂപരാകണം. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഞാനും നിങ്ങളും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായാൽ ആ കുർബാന സ്വീകരിച്ചിറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ടാകും, നമ്മുടെ ജീവിത രീതിക്ക് വ്യത്യാസമുണ്ടാകും, നമ്മുടെ സംസാരത്തിന് വ്യത്യാസമുണ്ടാകും, നമ്മുടെ പ്രവൃത്തികൾക്ക് വ്യത്യാസമുണ്ടാകും. പക്ഷേ ഇന്നുവരെ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുമില്ല. എത്രയോ പ്രാവശ്യം നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിച്ചിരിക്കുന്നു. എത്രയോ പ്രാവശ്യം നമ്മൾ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിദ്വാൻമാർ യാത്ര ചെയ്തതുപോലെ യേശുക്കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ വന്ന വഴിയല്ല യാത്ര ചെയ്ത് വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി എന്നുള്ളതാണ്. നമ്മൾ ഈ വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിനെ കാണുകയല്ല ചെയ്യുന്നത്, മനുഷ്യൻ എന്താ ചെയ്യുന്നത്? അങ്ങ് സ്വീകരിക്കുക, അനുഭവിക്കുക.
പക്ഷേ ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിത രീതിക്ക് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. നമ്മുടെ സംസാരത്തിനൊരു മാറ്റവും ഇല്ല, നമ്മുടെ പ്രവൃത്തികൾക്ക് യാതൊരു മാറ്റവും ഇല്ല, നമ്മുടെ ഭാഷയ്ക്ക് യാതൊരു മാറ്റവുമില്ല. എന്താ കാരണം? അത് അനുഭവമാകാത്തത് കൊണ്ടാണ്. ഞാൻ എൻ്റെ കർത്താവിനെയാണ് സ്വീകരിച്ചത് എന്നുള്ള ബോധ്യം നമുക്കില്ലാത്തത് കൊണ്ടാണ്. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ഞാനും നിങ്ങളും കുർബാനയിലെ ഓരോ കാര്യങ്ങളും എന്താണെന്നുള്ള അർത്ഥമാക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മൾ പഴയ പോലെ തന്നെ തിരികെ പോവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചാണ് നമ്മൾ, ആ ആശംസ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. പക്ഷെ നമ്മൾ പുറത്തിറങ്ങിയാൽ എത്ര പേരുടെ സമാധാനമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ എത്ര പേരുടെ സമാധാനമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? സമാധാനം സ്വീകരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഞാൻ മറ്റുള്ളവർക്ക് സമാധാനം നൽകുവാൻ സാധിക്കണം. യേശുക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ച ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നിലൂടെ യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കണം. പക്ഷേ നമ്മൾ യോഗ്യമായിട്ടല്ല അത് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിത് സാധിക്കാതെ പോകുന്നത്. യോഗ്യതയോടുകൂടി വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് സാധിച്ചാൽ, നമ്മൾ ഇത്രയും വർഷങ്ങൾ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചവരാ അല്ലേ? ഏറ്റവും കുറഞ്ഞത് ഒരു ആണ്ടിൽ ഒരു 10-60 പ്രാവശ്യമെങ്കിലും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ 50-ഓളം ഞായറാഴ്ചകളും മറ്റെല്ലാം കൂടെ കൂട്ടി ഒരു 60 കൂട്ടിക്കും. ഏറ്റവും കുറഞ്ഞ 60 പ്രാവശ്യമെങ്കിലും വിശുദ്ധ കുർബാനയെ നമ്മൾ സംബന്ധിക്കുന്നുണ്ട് ഒരു ആണ്ടിൽ. പക്ഷെ എത്ര പ്രാവശ്യം പൂർണ്ണമായി ആ ആരാധന ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ അതിൽ സംബന്ധിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? പൂർണ്ണമായി ആ വിശുദ്ധ ആരാധനയെ സംബന്ധിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതായത് തലേ ദിവസം അന്ത്യനമസ്കാരം മുതൽ അതിനുവേണ്ടി ഒരുങ്ങി സന്ധ്യാനമസ്കാരവും സൂത്താറ നമസ്കാരവും രാത്രി നമസ്കാരവും പൂർത്തിയാക്കി രാവിലെ പ്രഭാത നമസ്കാരത്തിൻ്റെ ആരംഭം മുതൽ അതിൽ സംബന്ധിച്ച് വിശുദ്ധ കുംഭസാരം നടത്തി പാപമോചനം പ്രാപിച്ച് വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കാളിയായിട്ടുണ്ട്. ഒന്ന് ചോദിച്ചേ നമ്മളോട് തന്നെ. പൂർണ്ണതയോടുകൂടി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ സമയത്തിന്, നമ്മുടെ സൗകര്യത്തിന് നമ്മൾ ദേവാലയത്തിലേക്ക് വരും. അല്ലേ? നമ്മുടെ സമയത്തിനാണ് നമ്മൾ വരുന്നത്. ദൈവത്തിൻ്റെ സമയത്തിനല്ല നമ്മൾ വരുന്നത്, നമ്മുടെ സമയത്തിനാണ്. കാരണം എന്താ? ഇതെൻ്റെ ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ അതിൽ ആദ്യോടന്തം ഞാൻ സംബന്ധിക്കും. അതേസമയം മറിച്ച് ഇത് ഞായറാഴ്ചയല്ലേ, പള്ളി പോയേക്കാം, അച്ഛനായി പോയില്ലേ, കുർബാന ചൊല്ലിയേക്കാം എന്നുള്ള അനുഭവത്തിലാണ് അതിൽ സംബന്ധിക്കുന്നതെങ്കിൽ പൂർണ്ണതയോടെ ഒരിക്കലും. അതുകൊണ്ടാണ് സമാധാനത്താലെ പോകണം പറയുമ്പോഴും പള്ളിയിലേക്ക് ആളുകൾ കടന്നു വരുന്നത്. ഇന്ന് വരെ പൂർണ്ണതയോടുകൂടി വിശുദ്ധ ആരാധന നടത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കണമെങ്കിൽ ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് സാധിക്കുകയുള്ളൂ. കാരണം ദൈവം എൻ്റെ ജീവിതമാണെന്ന് എനിക്കൊരു ബോധ്യമുണ്ടാകണം. കാരണം എന്നെ സൃഷ്ടിച്ചത് അവനാണ്, എന്നെ നിലനിർത്തിയിരിക്കുന്നത് അവനാണ്, എന്നെ പരിപാലിക്കുന്നത് അവനാണ്, എൻ്റെ ജീവിതത്തിലെ സകലവും നിയന്ത്രിക്കുന്നത് അവനാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അവനോട് എപ്പോഴും ചേർന്നിരിക്കുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ സമ്പത്ത് കൊണ്ട്, എൻ്റെ കാര്യപ്രാപ്തി കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ടെന്താ ദൈവം നമ്മുടെ ഒരു ആവശ്യമായി മാറുന്നില്ല എന്നുള്ളത്. പക്ഷെ ഒരു ദിവസം നമുക്ക് തോന്നും നമ്മൾ ഈ ചെയ്തതെല്ലാം മണ്ടത്തരമായി പോയല്ലോ, ദൈവമല്ലാതെ, ദൈവത്തെ കൂട്ടുപിടിക്കാതെ, ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ, പക്ഷെ ആ തിരിച്ചറിവുണ്ടാകണേ നമ്മൾ ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരും. അത് ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു രോഗമുണ്ടാകുമ്പോഴായിരിക്കും. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണോ? ദൈവത്തെ അറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നിടം വരെ നമ്മൾ കാത്തിരിക്കണമോ?
വേണ്ട, ഇപ്പോൾ സാധിക്കും. ഈ നിമിഷത്തിൽ നമുക്ക് സാധിക്കും. ഒരു പ്രതിസന്ധിയോ ഒരു വേദനയോ ഒരു ദുഃഖമോ ഉണ്ടായിട്ട് വേണ്ട ദൈവത്തെ മനസ്സിലാക്കുവാൻ. ഇന്ന് വരെ ദൈവം എന്നെ നടത്തിയിരിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നന്മയെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൽ വസിക്കുക, ദൈവസ്നേഹത്തിൽ തുടരുക. അപ്പോഴാണ് നമ്മുടെ നോമ്പ് എന്തായിത്തീരുന്നത്? ആഴമുള്ളതായിത്തീരുന്നത്. അത് ഏറ്റവും നമ്മളെ ശക്തീകരിക്കുന്നത് നമ്മുടെ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെയാണ്. കാരണം അവൻ്റെ തിരുശരീര രക്തങ്ങളാണ് നമുക്ക് ഇനി തരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അവനിൽ വസിക്കുവാൻ വേണ്ടി. അതിനെ എത്രമാത്രം യോഗ്യമായി സ്വീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നോ അന്ന് നമ്മൾ എന്തായിത്തീരും? ദൈവാനുരൂപികളായിത്തീരും. ദേവാലയത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ എൻ്റെ ദൈവത്തെ എനിക്ക് കാണുവാനായിട്ട് സാധിക്കണം എന്നുള്ള ഉറച്ച ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി വരണം. നമുക്കിതിനെക്കുറിച്ച് അറിവുണ്ട്, പക്ഷേ അത് അനുഭവമാകുന്നില്ല. അനുഭവമാകാത്തിടത്തോളം കാലം എന്താ സംഭവിക്കുന്നത്? അത് വിശ്വാസമാകുന്നില്ല. വിശ്വാസമില്ലാത്തിടത്തോളം കാലം എന്താകുന്നു? അത് ജീവിതവും ആകുന്നില്ല. അറിവുണ്ട്, പക്ഷേ അനുഭവമില്ല. ഇത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാണെന്നുള്ള അറിവ് എനിക്കുണ്ട്, നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് അനുഭവമായി തീരണം. മാർ തോമസ് ലീ അതല്ലേ കാണിച്ചു തന്നത്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ എനിക്ക് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നെനിക്ക് അറിഞ്ഞു, അറിവുണ്ട്. പക്ഷെ അത് എൻ്റെ അനുഭവമാകണം. എങ്ങനെ? എനിക്ക് അവനെ ഒന്ന് തൊടണം. അനുഭവമായി കഴിഞ്ഞപ്പോൾ എന്തായി? അത് വിശ്വാസമായി. ഇതെൻ്റെ കർത്താവും ഇതെൻ്റെ ദൈവവുമാണെന്ന് വിശ്വാസമായി. വിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ എന്തായി തീർന്നു? അത് ജീവിതമായി തീരുകയാണ്. ഞാൻ ലോകത്തിൻ്റെ അറ്റം വരെയും ക്രിസ്തുവിനെ സാക്ഷിക്കുവാനായിട്ട് പോകും. അറിവ് അനുഭവത്തിലേക്കും അനുഭവം വിശ്വാസത്തിലേക്കും വിശ്വാസം ജീവിതത്തിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കണം. പക്ഷേ നമുക്ക് ഇന്ന് വരെ അത് സാധിക്കുന്നില്ല. കാരണം നമ്മൾ അതിനുവേണ്ടി മെനക്കെടുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഓരോ ആരാധനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ എനിക്ക് ദൈവത്തിൽ വസിക്കുവാൻ, എൻ്റെ ദൈവീക ജീവിതത്തെ എന്നോട് ചേർത്ത് വയ്ക്കുവാൻ ലഭിക്കുന്ന അവസരമാണെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ ആരാധനയെ സംബന്ധിക്കുക. കാരണം ദൈവം നമ്മളോട് കൂടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അത് തിരിച്ചറിയണം. കാരണം ദൈവം അത്യുന്നതനാണ്, ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്, ദൈവം സർവവ്യാപിയാണ്. ഇത് തിരിച്ചറിയണം. എൻ്റെ ദൈവം എല്ലാവരെക്കാളും ഉയർന്നവനാണ്. ആ ദൈവത്തെ സ്വീകരിക്കുവാനാണ് ഞാൻ ഈ ദേവാലയത്തിലേക്ക് വന്നത്. എൻ്റെ ദൈവം സർവശക്തനാണ്, എല്ലാറ്റിനേക്കാളും ശക്തനാണ് എൻ്റെ ദൈവം. ആ ദൈവത്തെ സ്വീകരിക്കുവാനാണ് ഞാൻ ഈ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നത്. മൂന്നാമത്തത്, എൻ്റെ ദൈവം സർവജ്ഞാനിയാണ്, എല്ലാം അറിയുന്നവനാണ്. ആ ദൈവത്തെ സ്വീകരിക്കുവാനാണ് ഞാൻ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ ദൈവം സർവവ്യാപിയാണ്. ആ ദൈവത്തെയാണ് ഞാൻ ഈ തിരുശരീര ഈ അപ്പവീഞ്ഞുകളിലൂടെ സ്വീകരിക്കുന്നത്. അത്രമാത്രം അവൻ താണിറങ്ങി വന്നിട്ടുണ്ട്. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയും അത്യുന്നതനുമായ ദൈവം നമുക്ക് ആഹാരമായി വരികയാണ്. അപ്പോൾ അത് സ്വീകരിക്കാനുള്ള യോഗ്യത നമ്മൾ നേടിയെടുക്കണം. എങ്ങനെ ആ യോഗ്യത നേടിയെടുക്കുന്നത്? വിവേചിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തെ ഒന്ന് വിവേചിച്ചുകൊണ്ട്, എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത്, എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് തെറ്റുകൾ ഉണ്ടായിട്ടുള്ളത്, എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് കുറവുകൾ ഉണ്ടായിട്ടുള്ളത്, ആ കുറവുകളെയൊക്കെ ഒന്ന് പരിഹരിച്ച് അതിനെ നിറവുകളാക്കി തീർക്കുക. നോമ്പ് എന്ന് പറയുന്നത് വർജിക്കുന്നത് മാത്രമല്ല, ആർജിക്കുവാനുള്ളതും കൂടിയാണ്. പാപത്തെ വർജിക്കുകയും നന്മയെ ആർജിക്കുകയും ചെയ്യുന്നതായിരിക്കണം നോമ്പ്. ദൈവ അനുഭവത്തിൽ ആയിത്തീരുവാനായിട്ട് നമുക്ക് സാധിക്കുക. 5 കാര്യങ്ങളാണ് നമ്മുടെ നോമ്പിലെ
നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടത്, ഒന്ന്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന നോമ്പാകണം. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം. 2, ആരെയും കുറ്റം വിധിക്കാത്ത നോമ്പാകണം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ. 3-ാമത്തേത്, നമ്മുടെ നോമ്പ് അനുഗ്രഹിക്കുന്ന നോമ്പാകണം. 1 പത്രോസ് 3:9. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. 4-ാമത്തേത്, ജഡത്തിൽ നിന്ന് ആത്മാവിലേക്കുള്ള വളർച്ചയുടെ നോമ്പായിരിക്കണം. ഗലാത്യർ എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ. 5-ാമത്തേത്, ക്രിസ്തുവിൽ വസിക്കുന്ന നോമ്പാകണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഈ വാക്യങ്ങളൊക്കെയും വീട്ടിൽ പോയി ആവർത്തിച്ച് വായിക്കുക. ഈ നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ഒരുങ്ങുന്ന ഈ 18 ഇടയിൽ ഈ ഞാൻ ആചരിക്കുന്ന നോമ്പ്, ദൈവമേ നിനക്ക് പ്രീതികരമായി തീരുവാൻ എന്നെ സഹായിക്കണമേ. ഈ അനുഭവങ്ങളൊക്കെ എൻ്റെ നോമ്പിൽ ഉണ്ടാകുവാൻ ദൈവമേ എന്നെ ശക്തീകരിക്കണമേ. പരിശുദ്ധ റൂഹായെ എന്നെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങി നോമ്പാചരിക്കാം. വെറും ഭക്ഷണ സാധനങ്ങളെ മാത്രം വെടിയുന്നതല്ല നോമ്പ് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക. ആഹാരത്തെ വെടിഞ്ഞതുകൊണ്ട് മാത്രം നോമ്പാകത്തില്ല, മറിച്ച് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാനും നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏകാഗ്രമായി നിലനിർത്തുവാനും ദുഷ്ചിന്തകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനും സാധിച്ചാൽ മാത്രമേ ഇതൊക്കെ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം. പരിശുദ്ധാത്മാവേ, ശക്തി പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ഹിതം പോലെ നിനക്ക് ഹിതകരമാകുന്ന വിധത്തിൽ നോമ്പാചരിക്കുവാൻ, നിനക്ക് ഹിതകരമാകുന്ന ജീവിതത്തിൽ എൻ്റെ ക്രിസ്തീയ ജീവിതത്തെ നിലനിർത്തുവാൻ, നിനക്ക് ഹിതകരമാകുന്ന ജീവിതത്തിൽ മറ്റുള്ളവരോട് ഇടപെടുവാനായിട്ട് ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കും, ദൈവം നമ്മളോട് കരുണ ചെയ്താൽ. മനസ്സ് വെച്ചാൽ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനസ്സ് വെച്ചാൽ കൽപ്പനകളെ പ്രമാണിക്കുവാൻ നിനക്ക് സാധിക്കും. മനസ്സ് വെക്കാം. ആത്മീയമായ ഒരു നോമ്പാചരണം സാധ്യമാകാൻ തക്കവിധം നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം, മനസ്സിനെ പുതുക്കാം, ശക്തീകരിക്കാം, വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് നയിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും അതിന് പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ പരിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ വന്നു നിന്നുകൊണ്ട് ദൈവവചനത്തെ പറ്റി സംസാരിക്കുവാൻ ദൈവം അനുവദിച്ചാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിലേക്ക് എന്നെ ക്ഷണിച്ച വന്യരായ വൈദിക സഹോദരങ്ങളെല്ലാവരോടും, 4 പേരും വളരെ പ്രിയപ്പെട്ടവരാണ്. മനോജച്ചൻ എൻ്റെ കൂടെ സെമിനാരിയിൽ ഒന്നിച്ച് പഠിച്ചതാണ്. മറ്റ് 2 പേരും എൻ്റെ ജൂനിയേഴ്സായിട്ട് സെമിനാരിയിൽ പഠിച്ചവരാണ്. ആൻഡ്രൂസ് അച്ഛൻ എൻ്റെ വികാരിയായി, എൻ്റെ കുടുംബാംഗമായിട്ട് സ്നേഹം പങ്കിടുന്ന വൈദികരാണ്. എല്ലാ വൈദികരോടുമുള്ള സ്നേഹം, നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കേട്ടിരുന്ന നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.